എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ നമ്മുടെ ചെടിത്തോട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോൾ എല്ലായിടത്തും പാമ്പിൻ്റെ ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയ നമ്മുടെ രീതിയിലുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇതേപോലെ നമ്മൾ ഈ പാമ്പുകളെയൊക്കെ കണ്ട സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ കാടും അങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ പാമ്പുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അറിയോ, നമുക്കിവിടെ കുഞ്ഞുമക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം, എന്താ പറയുക, ജാഗരൂകരായിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ പിള്ളേരായതുകൊണ്ട് അവരെ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം അടച്ചു വെച്ച് വളർത്താൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പം നമ്മൾ കൂടുതൽ സൂക്ഷിക്കുക, നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായി ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലല്ല. മാക്സിമം ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക. കാരണം ഇപ്പം ചൂടാണ്, നമുക്ക് തന്നെ ചൂടായിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലല്ലേ. നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നാൽ വഹിക്കില്ല, പുറത്തല്ല വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെയാണ്, അങ്ങനത്തെ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ ഇതേപോലെ മാളത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവാം. ഉള്ളിൽ ചൂടായതുകൊണ്ട് പുറത്ത് വരുന്നതായിരിക്കും. അധികവും ഈ സമയങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, അതുകൊണ്ടാണ് കൂടുതൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കടിച്ചു എന്നുള്ള വാർത്തകളൊക്കെ കൂടുതൽ നമ്മൾ കേൾക്കാൻ ഇടവരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയാതാണ്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ സൈഡാണിത്. അപ്പോൾ ഇവിടെ ആയിരുന്നു ഈ ചെടികളൊക്കെ നമ്മൾ നിരത്തി വെച്ചേക്കുന്നത് കേട്ടോ. ഒത്തിരി ചെടികൾ ഇങ്ങനെ നിരത്തി വെച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് ഇതാണ്ടോ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ അത് ഞാൻ കണ്ടോ വെച്ചേക്കുന്നത് അകലം പാലിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. കാണുന്നുണ്ടോ? ഈ ചെടികളൊക്കെ എന്ത് പറ്റിയെന്നറിയോ, ഇത് നമ്മൾ അവിടെ വെച്ചിട്ട് വീടിൻ്റെ സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ വേരൊക്കെ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പെറ്റൂണിയാണ് കേട്ടോ. വേരൊക്കെ ഇറങ്ങിയിട്ട് അത് വേര് നല്ല കരുത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കാട് പിടിച്ച പോലെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇരിക്കേണ്ടെന്നുള്ളത് കൊണ്ട് മാറ്റി ഇങ്ങോട്ട് വെച്ചതാണ്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേരൊക്കെ പൊട്ടിയതുകൊണ്ട് അത് മൊത്തം കരിഞ്ഞു പോയി. ഇനി വരുമോയെന്ന് അറിയത്തില്ല, എന്നും വെള്ളം ഒഴിക്കുന്നുണ്ട്. ദണ്ട് ഈ ഒരു ചെടിയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഓരോ ചെടിയും നമ്മൾ ഇങ്ങനെ വിട്ട് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. നമ്മൾ എപ്പോഴും ദിവസം എന്ത് ചെയ്യും, മുറ്റമൊക്കെ അടിക്കുന്ന സമയത്ത് മുറ്റത്തിൻ്റെ സൈഡല്ലേ, അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് അടിച്ച് സൈഡിൽ കൂടെയൊക്കെ കുപ്പയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചപ്പൊക്കെ വീണ്, ഇവിടെ നമ്മുടെ റബ്ബർ തൊടിയൊക്കെയാണ് അടുത്ത്. അപ്പോൾ നമ്മൾ ചപ്പൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കി വിടും. കണ്ടോ, നമ്മുടെ അടിനിയാണ് കേട്ടോ, നമ്മുടെ ടെറസിൻ്റെ മുകളിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ചൂട് ഭയങ്കര കൂടുതലായിട്ട് അതൊക്കെ ഇങ്ങനെ മൊത്തം മുട്ടൊക്കെ കരിഞ്ഞു പോയ അവസ്ഥയിലായപ്പോൾ എന്ത് ചെയ്തു, ഇത് നമ്മൾ ചെടിയൊക്കെ ഇങ്ങനെ താഴത്തോട്ട് ഇറക്കി വെച്ചതാണ്ടോ. നല്ല ഭംഗിയില്ലേ പൂത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ചെടികളൊക്കെ വളർത്തുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. കഴിവതും ഈ സന്ധ്യാനേരത്തൊന്നും കുഞ്ഞുങ്ങളെ ഇങ്ങനെ പുറത്ത് മുറ്റത്ത് ഇങ്ങനെ ചെടികളൊക്കെ ഉള്ളിടത്ത് കളിക്കാൻ വിടാണ്ടിരിക്കുക. അതേപോലെ പരിസരങ്ങൾ വൃത്തിയായി കഴിഞ്ഞാൽ പാമ്പിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാം. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് മയിലൊക്കെ ഇല്ലേ, മയിലിൻ്റെ ശല്യം എന്ന് തന്നെ പറയാം. മയിൽ ഈ മുളകൊക്കെ ഉണ്ടെങ്കിൽ മയിലൊക്കെ മൊത്തം കൊത്തി തിന്നും കേട്ടോ. ഇതാ നമ്മുടെ റൂബി റെഡ്, നല്ല രസമല്ലേ, ഇപ്പോൾ പുതിയതായി വിരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, മയിൽ മൊത്തം കൊത്തിത്തിന്ന് മയിൽ എല്ലാ വിളകളും നശിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഈ മയിലില്ലേ, നമ്മുടെ പാമ്പുകളെയൊക്കെ പിടിച്ചത് കൊണ്ട് അധികം ഇപ്പം നമ്മുടെ ഇവിടെ പാമ്പുകളില്ല. നമ്മുടെ ഇവിടെ വീട്ടിൽ കോമ്പൗണ്ട് വാളൊന്നും കെട്ടിയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ ചെടിയും ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നത് കണ്ടോ, എല്ലാം ഗ്യാപ്പ് വിട്ടിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ദിവസവും നമ്മൾ ഇവിടെയൊക്കെ അടിച്ച് വിടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള കുപ്പകളൊക്കെ അടിച്ച് വിടാറുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രാഫ്റ്റ് ചെയ്തില്ലേ, എയർ ലെയറിങ് ചെയ്തത്, ഗ്രാഫ്റ്റിംഗ് അല്ല എയർ ലെയറിങ് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ഈ ചാമ്പയുടെ ചോട്ടിൽ വെച്ചേക്കുന്നത്, ഈ ചാമ്പയുടെ ഉള്ളിലിങ്ങനെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് വെയിൽ തട്ടിയിട്ട് അങ്ങനെ വെയിൽ തട്ടി കരിഞ്ഞു പോകുന്ന സാധ്യതയൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, എന്താ പറയുക, പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. നമ്മൾ ഹരിതകർമ്മസേനയ്ക്കൊക്കെ കൃത്യമായിട്ട് പ്ലാസ്റ്റിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊന്നും അധികം ഇങ്ങനെ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളോ ചപ്പുചവറുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ
പ്ലാസ്റ്റിക്കൊക്കെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ചപ്പ് ചവറുകളൊക്കെ പേപ്പറൊക്കെ കത്തിക്കാൻ പറ്റിയതെല്ലാം കത്തിച്ച് കളയുക കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ നോക്കിയേ, വെയിലും കൊണ്ട് പാലക്കാട് നല്ല ചൂടാണ്. വെയിലും കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇതളുകൾ. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. മെറൂൺ കളറിലുള്ള വെൽവെറ്റ് പോലെയുള്ള, ഞാൻ പറഞ്ഞിട്ടില്ലേ, നിത്യകല്യാണിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.